അച്ചുവേട്ടനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഗഫൂർ കൂടെ ഇവിടെയുള്ള ആളുകൾക്ക് എന്നെ അറിയുമെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം. കാരണം ഞാറ്റുവേലയിലുള്ള കുറേ എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്, ഇവരൊക്കെ അറിയാം. പിന്നെ വളരെ ഇങ്ങനെ തൃശ്ശൂർ ഇടയ്ക്കിനെ കണ്ടുവന്ന ചില ആളുകൾ അല്ലാതെ ഞാൻ സത്യം പറഞ്ഞാൽ ഈ നവമലയാളിയുടെ ഈ ധൈര്യം എന്താണെന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായില്ല. കാരണം എന്നെയൊക്കെ വിളിച്ചിട്ട് ഇത്തരം ഒരു സാഹിത്യ സാംസ്കാരിക സമ്മേളനം പോലുള്ളൊരു സംഭവത്തിൽ അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഒരു പക്ഷേ വിചാരിച്ചിട്ടുണ്ടാവും ഇയാളാവുമ്പോൾ ചേട്ടനാവുമ്പോൾ ഇരിക്കട അവിടെ നിൽക്കട അവിടെ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരാളാണ്, അതുകൊണ്ട് അധ്യക്ഷൻ ചേട്ടനാണ് നല്ലതെന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇങ്ങനെയുള്ളൊരു പാതകമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത്രയും ധൈര്യം നവമലയാളി കാട്ടിയതിൽ എനിക്ക് അവരോട് എന്തോ ഒരു ഭയം തോന്നുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ സത്യമേ പറയാറുള്ളൂ. ഈ പഴയ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ പോയ ഒരാളാണ്. അപ്പം അന്ന് കണ്ടമാനം പ്രസംഗിക്കുകയല്ല, അധിക പ്രസംഗങ്ങൾ അധികം. പിന്നെ ഈ കാര്യങ്ങൾ ചെയ്യലാണ്, അതായത് തെരുവ് നാടകം, ടോക്കിംഗ് അബൌട്ട് എമർജൻസി ടൈം. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു അധിക പ്രസംഗത്തിൻ്റെ കാലത്തു നിന്നൊക്കെ പോയി വിദേശത്ത് പോയി പിന്നെ അങ്ങനെ പല ജോലിയും ചെയ്തിട്ടില്ല. അധികം ബാങ്ക് തന്നെയായിരുന്നു. 10-20 വർഷം ബാങ്കിൽ, 2 വർഷം വേൾഡ് ബാങ്കിൽ, ഇങ്ങനെയൊക്കെ ആയിട്ട് പിന്നീട് കുറേ വർഷം വലിയൊരു ഗ്രൂപ്പിൻ്റെ CEO ആയിട്ട് കുറേ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ ആകെ ഈ നാട്ടിൽ പൊതുജനങ്ങളുമായിട്ടുള്ള എൻ്റെ ഇടപെടൽ എൻ്റെ ഫൗണ്ടേഷൻ്റെ, അതായത് MKR ഫൗണ്ടേഷൻ്റെ കർമ്മ അവാർഡുണ്ട്. ഈ എല്ലാ വർഷവും കൊടുക്കുന്ന ഈ കർമ്മ അവാർഡ് പരിപാടി, 4 വർഷം കൂടുമ്പോൾ കർമ്മശ്രേഷ്ഠ അവാർഡ് കൊടുക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുക. ഇതുവരെ തൃശ്ശൂർ ചെയ്തിട്ടില്ല, ഒരിക്കൽ ചെറുതുരുത്തി ചെയ്തു. അതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. പിന്നെ ആകെ ചെയ്യുന്നത് ജനങ്ങളുമായിട്ടുള്ള എൻ്റെ സമ്പർക്കം. ഒരു വലിയ ഗ്രൂപ്പ്, എൻ്റെ 10-40 കമ്പനികളുടെ ഗ്രൂപ്പ് CEO ആയതുകൊണ്ട് എനിക്കൊരു 2000 ചില്ലാനും സ്റ്റാഫുകളുണ്ട്. അപ്പോൾ സ്റ്റാഫ് ആനുവൽ പോലും നമ്മൾ ഒന്നായിട്ട് ചെയ്യാറില്ല. അത് തന്നെ 200-300 ആളുകളൊക്കെ ഉള്ള ഒരു കൂട്ടായിട്ട് വെവ്വേറെ ചെയ്യാതെ. ഞാൻ അത് പറയാൻ കാരണം, അതുകൊണ്ട് ദയവായിട്ട് ഇത്തരം ഇതിൽ എൻ്റെ സംസാര രീതിയായാലും സംസാരിക്കുന്നത് എല്ലാത്തിനും നിങ്ങൾ കുറേ വർഷങ്ങളായിട്ട് കണ്ട് ശീലിച്ച ഒരു സാഹിത്യ സാംസ്കാരിക സമ്മേളനത്തിലുള്ള ഒരു പ്രസംഗികൻ്റെയും ഒരു സ്വഭാവം ഉണ്ടാവില്ല. ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പിന്നെ ഈയിടെയായിട്ട് ഈ ബിഹേവിയർ എക്കണോമിക്സിൻ്റെ ഒരു വക്താവായിട്ട് മിഡിൽ ഈസ്റ്റിൽ ഞങ്ങളൊരു 4-5 പേര് അറിയപ്പെടേണ്ടതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഞങ്ങൾക്ക് കൂടെ യൂണിവേഴ്സിറ്റികളിൽ പോയിട്ട് അതിൽ താല്പര്യമുള്ള കുട്ടികളല്ല, അവിടെ പഠിപ്പിക്കുന്നവരെയും സീനിയറായിട്ടുള്ള ഡോക്ടറേറ്റിനൊക്കെ ചെയ്യുന്ന കുട്ടികളെയൊക്കെ അഭിസംബോധന ചെയ്യേണ്ടി വരുന്നുണ്ട്. അത് മാത്രമാണ് ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ ജനസമ്പർക്കം. ഇത് പറയാൻ കാരണം, ഇത്തരം ഇത് കിട്ടിയപ്പോൾ എനിക്കുണ്ടായിരുന്ന ഒരു ബേജാറുണ്ടായിരുന്നു ഈ ദൗത്യം ഏറ്റെടുത്തപ്പോൾ. കാരണം ഇത് മുരളി എന്നെ ഡിസംബറിൽ വെച്ചിട്ട് ലണ്ടനിൽ വെച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഏറ്റ ഒരു സംഭവമാണ്. അതുകൊണ്ട് പിന്നെ എനിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഞാൻ ഇവിടെ 2 ആഴ്ച മുമ്പാണ് ഇവിടുന്ന് പോയത്. വീണ്ടും ഇതിനായിട്ട് ഇത് 8 മാസം മുമ്പ് ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുകയാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഈ പരിപാടിയിലുള്ള 3 പ്രധാന വ്യക്തിത്വങ്ങൾ ഈ സംസാരിക്കുന്ന സബ്ജക്റ്റ് എൻ്റെ സബ്ജക്റ്റുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടതാണ്. അതായത് എൻ്റെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ അടുത്ത കാലത്ത് എൻ്റെ ജോലിയുടെ പുറത്ത് നിൽക്കുന്ന ബിഹേവിയറൽ എക്കണോമിക്സുമായിട്ട് ഏറ്റവും അധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവമാണ്. മീഡിയ ആയാലും ജാതി രാഷ്ട്രീയമായാലും പിന്നെ ലോകത്ത് നടക്കുന്ന റൈറ്റ് വിങ് മൂവ്മെൻറ്റുകളും അതിൻ്റേതായിട്ടുള്ള കോൺസെൻട്രേഷനും എല്ലാം.
അപ്പം അങ്ങനെ ഒരു സന്തോഷത്തിലുണ്ട്. കാരണം ശശികുമാറുമായിട്ട് എനിക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് ഏഷ്യാനെറ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ ഇന്നലെ ശശി പറഞ്ഞ ഒരു ബക്കറ്റ് പിരിവിന് ഇറങ്ങിയൊരു സമയത്ത് ആദ്യമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടുന്ന ഗൾഫിൽ, അതൊരു 35 വർഷമായിട്ടുണ്ടാവും. 35 വർഷം മുമ്പാണ്. അന്ന് അവർക്ക് വേദി ഒരുക്കുക. പി ഭാസ്കര മാഷുണ്ട്, പി കെ മാധവൻകുട്ടിയുണ്ട്, ശശിയുണ്ട്, പിന്നെ കൃഷ്ണകുമാറുണ്ട്, അങ്ങനെ ഒരുപാട് പേര്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ ചാനൽ തുടങ്ങാൻ അന്ന് നമ്മൾ ഈ ചാനലുകൾ അന്ന് ഈ ദൂരദർശനിൽ നിന്ന് മാറിയുള്ള ചാനലുകൾ വിഷൻസ് അതൊക്കെ എന്തായിരിക്കണം, എങ്ങനെ അതിൽ ജനങ്ങൾ അതിൽ പങ്കെടുക്കണം, ജനങ്ങൾക്ക് വേണ്ടി ചാനൽ എന്നൊക്കെയുള്ള രൂപത്തിൽ ആദ്യമായിട്ട് വന്ന ഒരു സംരംഭമായിരുന്നു ഏഷ്യാനെറ്റ്. അപ്പോൾ അന്ന് ഇദ്ദേഹം അതെല്ലാം പ്രസൻറ്റ് ചെയ്യുമ്പോഴെല്ലാം നമുക്കുണ്ടായ ആവേശം, അല്ലെങ്കിൽ ഒരു കുറച്ച് പറഞ്ഞ അമിതാവേശം, ഞാൻ കണ്ടവാനം അമിതാവേശത്തിൽ അതിൻ്റെ ഓർഗനൈസ് ചെയ്യണം, ഫണ്ട് കളക്ഷനും എല്ലാം തന്നെ വളണ്ടിയർ ചെയ്ത് നമ്മൾ ആദ്യത്തെ ചാനൽ ഉണ്ടായി കണ്ടാൽ മതി എന്നുള്ള വളരെയധികം ആഗ്രഹത്തിൽ ഇടപെട്ടാനുള്ളൊരു അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് വ്യക്തിപരമായിട്ടും ഈ മാധ്യമത്തിൻ്റെ ഇതിൽ ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ശശിക്ക് ഇത് അവാർഡ് കൊടുക്കുമ്പോൾ, ശശികുമാറിന് ഈ അവാർഡ് കൊടുക്കുമ്പോൾ അതിലുള്ള സന്തോഷത്തിലെ ഒരു ഭാഗം ഞാൻ നവമലയാളിയുടെ ഈ ഡിസിഷനിൽ ജൂറി ഗോപിയായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴും അതിലൊക്കെയുള്ള ഒരു സത്യസന്ധത എന്ന് വെച്ചാൽ ഇത് ഈ മീഡിയകളെ എങ്ങനെ അവാർഡ് കൊടുത്ത് മിണ്ടാതിരിപ്പിക്കണം എന്നല്ലാതെ മീഡിയയുടെ ഉന്നതരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് പറയാനുള്ള അവരുടെ ഇൻഡിപെൻഡൻസിനെ സത്യസന്ധമായി അംഗീകരിക്കുന്ന ഒരു ഇതായിട്ട് ഞാനിതിനെ കണക്കിലെടുക്കുന്നു. അതുകൊണ്ട് തന്നെ നവമലയാളി ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ശശികുമാറിനെ പോലെ അല്ലെങ്കിൽ അതിലും ഭേദപ്പെട്ട ആളെ എനിക്കിതിൽ ചൂണ്ടിക്കാട്ടാനില്ല. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കർമ്മ അവാർഡിൻ്റെ 4 വർഷത്തിലൊടുക്കിയ കൊടുക്കുന്ന കർമ്മശ്രേഷ്ഠ അവാർഡുണ്ട്. അപ്പോൾ ഈ കർമ്മശ്രേഷ്ഠ അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ജൂറി ചെയർമാൻ MT ആയിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോൾ സാർ ടീച്ചറുണ്ട്, ഷീബ അമീറുണ്ട്, അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയുള്ള ജൂറിയാണ്. അപ്പോൾ ഈ മീഡിയയുടെ പ്രസക്തിയും അതിലുള്ള ഏറ്റവും വലിയ സത്യസന്ധത തെളിയിച്ച ഒരുപടി പേരുകളെ കുറിച്ചിട്ടായിരുന്നു അന്ന് നമ്മൾ ശ്രേഷ്ഠമായ കർമ്മം ചെയ്യുന്നതാണ് കർമ്മശ്രേഷ്ഠ അവാർഡ് കൊടുക്കാറ്. അത് 4 വർഷത്തിൽ ഒരിക്കൽ കൊടുക്കാറുള്ളൂ. ഒരു 2 ലക്ഷം രൂപ അവാർഡൊക്കെ ഉണ്ട് അതിന്. അപ്പോൾ അന്ന് ഈ ഏറ്റവും എല്ലാവരും യോജിച്ച് പറഞ്ഞു നമ്മളത് കൊടുക്കേണ്ടത് TJS ജോർജിനാണ്. ഈ കർമ്മശ്രേഷ്ഠ അവാർഡ് കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാറുണ്ട്. വളരെയധികം പ്രായം, ജീവിതത്തിൽ ബഹുഭൂരിപക്ഷ സമയവും വലിയ നീണ്ട കാലം ശ്രേഷ്ഠമായ കർമ്മം ചെയ്തവർക്ക് കൊടുക്കുന്ന കർമ്മശ്രേഷ്ഠ അവർ മാധ്യമത്തിൽ ഏറ്റവും അധികം നമ്മുടെ മീഡിയയിൽ ഏറ്റവും അധികം ശക്തനായി നിലനിൽക്കുകയും സത്യസന്ധമായി ഇടപെടുകയും ചെയ്ത ഒരാൾക്കായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് TJS ജോർജിനെ അന്ന് തിരഞ്ഞെടുത്തത്. ഇപ്പോൾ ശശികുമാറിനെ തിരഞ്ഞെടുത്തതിൽ എനിക്ക് അതുകൊണ്ട് തന്നെ നവമലയാളി ചെയ്തത് വളരെ നല്ല കാര്യമായി എന്നുള്ള അഭിപ്രായത്തിനുണ്ട്. പിന്നെ ശ്രീ സണ്ണി കവിക്കാട് ഈ ഇതിലെ മാധ്യമങ്ങളിലെ ജാതി പറയും. മാധ്യമങ്ങളിലെ ജാതി പറയുമ്പോൾ ഞാൻ എന്തുകൊണ്ട് ആ സബ്ജക്റ്റ് എനിക്ക് റിലേറ്റഡ് ആണ് എന്നുള്ളത് പറയാൻ വെച്ചാൽ ഞങ്ങൾ മാധ്യമങ്ങളെ കുറിച്ചിട്ട് ഒരു വലിയ എക്കണോമിക്സ് സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ബിഹേവിയറൽ എക്കണോമിക്സിൻ്റെ ഏറ്റവും വലിയ സ്റ്റഡിയിൽ ഒന്ന് മാധ്യമങ്ങളുടെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയായിരുന്നു. അതായത് ലോകത്തിൽ ഏതൊക്കെ മാധ്യമങ്ങളാണ് സ്വതന്ത്രമായി ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു സ്റ്റഡി നടത്തിയത്. അതായത് സ്വതന്ത്രമായി ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ, അതായത് അതിൽ നിന്ന് എന്നാൽ അതേ സമയത്ത് ജനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എത്രത്തോളം ഒരു വികാസം മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന പഠനങ്ങൾ അങ്ങനെ ചെയ്യുന്ന മീഡിയകളെയാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് മീഡിയ എന്നുള്ള ക്ലാസിഫിക്കേഷൻ ചെയ്തത്. പക്ഷേ ഏറ്റവും വിചിത്രമായിരുന്നു 97% മീഡിയകൾ എടുക്കുമ്പോഴും അവർക്കെല്ലാം അഫിലിയേഷൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരു ഐഡിയോളജിയോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർപ്പറേറ്റുകളുടെയോ ഓണർഷിപ്പിലാണ്. ഞാൻ പറയുന്നത് അറിയപ്പെടുന്ന മീഡിയകളാണ്. ഞാൻ പറയുന്നത് ഇവിടെയുള്ള 12 ചാനലൊന്നും അതിന് വിധേയരായിട്ടില്ല. ഏഷ്യാനെറ്റ് ഉണ്ടായിരുന്നു, ഒരു പക്ഷേ ഏഷ്യാനെറ്റ് മാത്രമായിരുന്നു അതിലുണ്ടായിരുന്നു. അത് പിന്നെ പെട്ടെന്ന് പറയാനില്ല, സ്റ്റാർ ഇതിൽ വരുന്നു, മിർഡോക്ക് ഇതിൽ വരുന്നത് ആയതുകൊണ്ട് അതിൻ്റെ വഴിക്ക് വിട്ടു. പക്ഷേ ഞാൻ പറയാൻ കാരണം
ഇതിൽ അനാലിസിസിൽ ഒരുപക്ഷെ ശ്രീ സണ്ണിക്ക് ഇൻട്രസ്റ്റഡ് ആവാവുന്ന ഒരു സ്റ്റഡി ഞങ്ങൾ നടത്തിയത് ഈ മീഡിയ കൈകാര്യം ചെയ്യുന്നവരെ കുറിച്ചിട്ടായിരുന്നു. ഇതിൽ ഇന്ത്യയുടെ ഭാഗം വന്നപ്പോൾ ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയത് 97% ഇന്ത്യൻ മീഡിയകളും കൈകാര്യം ചെയ്യുന്നത് സവർണരാണ്. 97%. അത് ഇംഗ്ലീഷ് ടി വിയിലൊന്നും അവർക്ക് യാതൊരു പ്രാതിനിധ്യം ഈ താഴെക്കടലുള്ള ദളിത് വർഗത്തിലുള്ള ഒരാൾക്ക് ഒരു പ്രാതിനിധ്യമില്ല. ആകെ അവർക്ക് പ്രാതിനിധ്യം ശശികുമാർ ഞാൻ പറയുന്നത് വല്ല തെറ്റുണ്ടെങ്കിൽ അത് എനിക്കും കൂടി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ. കാരണം നമ്മൾ ഉപയോഗിച്ചത് മറ്റുള്ള സോഴ്സസുകളാണ്. ഇപ്പോൾ ഒരു ഇന്ത്യൻ മീഡിയ ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു മീഡിയ ഉണ്ട്. അത് പറയാൻ കാരണം, പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പറയാൻ കാരണം, ഇത് ആൾമോസ്റ്റ് ഗോയിങ് ടു ഡൈ. മൂകനായക് കേട്ടിട്ടുണ്ടാവും. മൂകനായക് എന്ന് പറഞ്ഞിട്ട് ഒരു മീഡിയ ഉണ്ട്, പ്രിൻ്റഡ്. മീന കൊദ്വാൽ ആണ് അതിൻ്റെ ഫൗണ്ടർ. പരമാവധി ഇത് ഒരു ദളിത് സംരംഭമാണ്. ഇന്ന് അത് നിലനിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഡോണേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ കൊണ്ട് മാത്രമാണ്. അതായത് മറ്റുള്ള മീഡിയകൾ 97% മീഡിയകൾ ലോകത്തിൽ ഓരോരോ വലിയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാവുകയാണ്. എന്തുകൊണ്ട് ഈ മീഡിയ ഇത്രയും ശക്തമാവുന്നു? എന്തുകൊണ്ട് ഇത് നോക്കുമ്പോഴാണ് എക്കണോമിക്സ് ആസ്പെക്റ്റ് വരുന്നത്. കാരണം മീഡിയ ആണ് ഒരു സാമ്പത്തിക അല്ലെങ്കിൽ ഏറ്റവും വലിയ കൊമേഴ്സ്യൽ ഒരു പ്രോജക്റ്റ് ആദ്യം എത്തിക്കുക മീഡിയയുടെ കയ്യിലാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം ഞാൻ പറയാം. ലോകത്തിലെ ഏറ്റവും വലിയ പണം ഉണ്ടാവുന്ന സംഭവം യുദ്ധമാണ്, ആയുധമാണ് ഏറ്റവും വലിയ വുഡ് സേ ദ ബിഗ്ഗസ്റ്റ് സൈസ് ഓഫ് എക്കണോമിക്സ്. കാരണം അതിൻ്റെ സൈസ് പറയുമ്പോൾ അത്ഭുതപ്പെടാം. ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒരു പാട്രിയോട്ട് മിസൈൽ എക്സ്പോർട്ട് ചെയ്യുന്നത് $4 ബില്യൺ. ഒരു ബാറ്ററി, അതായത് 40 മിസൈലുള്ള ഒരു ബാറ്ററി ഒരു രാജ്യത്തിന് കൊടുക്കുന്നത് $1 ബില്യൺ. $1 ബില്യൺ എന്ന് പറഞ്ഞാൽ ആൾമോസ്റ്റ് 8,000 കോടി രൂപയായി. 8,000 കോടി രൂപയുടെ ബാറ്ററിയാണ് പല രാജ്യങ്ങളും, ഗൾഫിലുള്ള പല രാജ്യങ്ങളും 10ഉം 12ഉം വാങ്ങി ഇങ്ങനെ കടലിൻ്റെ അവിടെയും ഇവിടെയും കുന്നിൻ്റെ മുകളിലൊക്കെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് ഇവരെ കൊണ്ട് വാങ്ങിപ്പിക്കണമെങ്കിൽ കോൺഫ്ലിക്റ്റ്, അതായത് വലിയൊരു കോൺഫ്ലിക്റ്റ്, എപ്പോഴും നിരന്തരമായ പേടിപ്പെടുത്തുന്ന കോൺഫ്ലിക്റ്റ് ഉണ്ട് എന്ന് വരുത്തി തീർക്കണം. ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് ആയുധം വിൽക്കുന്ന രാജ്യങ്ങളുടെ ഏറ്റവും വലിയ താല്പര്യമാണ്. അതായത് ഒരു കമ്പാരിസന് വേണ്ടി മാത്രം പറയുകയാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏറ്റവും അധികം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുക എളുപ്പമുള്ളതുകൊണ്ടാണ്, മറ്റുള്ള പല രാജ്യങ്ങളും ഇത് തന്നെയാണ് ചെയ്യുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് $4 മില്യൺ ഒരു മിസൈലിൻ്റെ വില യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് കിട്ടണമെങ്കിൽ അവർ 800 ട്രക്ക് എക്സ്പോർട്ട് ചെയ്യണം. $50,000 വിലയുള്ള ഒരു ട്രക്ക് $50,000 ആണെങ്കിൽ 800 ട്രക്ക് എക്സ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇത്രയും പൈസ കിട്ടുള്ളൂ. അതേ സമയത്ത് ഒരു മിസൈൽ മതി, ഒരു ബാറ്ററി കൊടുത്താൽ 8,000 കോടി രൂപയാണ്. അപ്പോൾ ലോകത്തിൽ ആയുധം എന്ന് പറയുന്നത് വിൽക്കണമെങ്കിൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് നിരന്തരം സമാധാനം എവിടെയും പാടില്ല. സമാധാനം ഉണ്ടായെങ്കിൽ ആയുധം വിൽക്കാൻ പറ്റില്ല. അപ്പോൾ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവണം. കോൺഫ്ലിക്റ്റുകൾ ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. ഇപ്പോൾ നവമലയാളിയുടെ ഹെഡ്ക്വാർട്ടർ മുരളി പിന്നെ എവിടെയും വേദിയിലിരിക്കുന്നത് കണ്ടിട്ടില്ലേ, അതുകൊണ്ട് മുരളി പുറത്തായിരിക്കും. നവമലയാളിയുടെ മുരളി ഇരിക്കുന്ന ലണ്ടനിൽ ഞാൻ ഒരിക്കൽ ഒരു വെപ്പൺ ഓഫ് മാസ് WMD മൂവ്മെൻറ്റിൻ്റെ കാലത്ത് ഐ ഹപ്പൻ ടു ബി ഇൻ ലണ്ടൻ. ഒഫീഷ്യലി ഒരു മീറ്റിങ്ങിന് പോയത്. അന്ന് സ്റ്റാർ TV-യിലും സ്റ്റാർ പത്രത്തിലും സൺ പത്രത്തിലും
വൈകുന്നേരം ഒരു വളരെ തീവ്രമായൊരു ഫ്ലാഷ് ന്യൂസ് അന്ന് അവിടെ ഇറങ്ങിയത്. ലണ്ടൻ വി ആർ ഓൺലി 45 minutes away from an attack. സ്പ്ലാഷ് വി വിൽ ബി ഡൂംഡ് ഇൻ 45 minutes. സദ്ദാം ഈസ് റെഡി. ഇതായിരുന്നു അന്നത്തെ വൈകുന്നേരത്തെ ഫ്ലാഷ് ന്യൂസ്. എല്ലാ മീഡിയ അത് ഏറ്റെടുത്തു. സദ്ദാമിൻ്റെ ഈ സാധാരണ ബ്രിട്ടീഷുകാർക്ക് കുറേ ഒരു ഇമ്പാർഷ്യാലിറ്റിയും കുറച്ചുകൂടി ലോകം കണ്ട ആളുകളായ അമേരിക്കക്കാരെക്കാളും കുറച്ചുകൂടി ഭേദം അവരുടെ ഇമ്പാർഷ്യൽ ആറ്റിറ്റ്യൂഡ്. ആ തരം ജനങ്ങൾ പോലും ഈ ഇതിൽ വിശ്വസിച്ച് ഈ ട്രാപ്പിൽ വീണു. 45 മിനിറ്റോടുകൂടി ലണ്ടൻ ആക്രമിക്കപ്പെടാവുന്നതാണ്, സദ്ദാമിൻ്റെ ഉള്ളിൽ രാസായുധങ്ങളുണ്ട്. പല വീടുകളും വിൻഡോസിനൊക്കെ ടാപ്പൊക്കെ ഒട്ടിടിച്ച് ഭദ്രമാക്കി. ഭയങ്കരമായിട്ടുള്ള WMD വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ അവിടെ ഉണ്ടെന്നും നമ്മളിത് ഒരിക്കലും ഇത് ഉണ്ടാവാൻ അവിടുന്ന് തൊടാൻ സമ്മതിക്കുക, അവിടെ തൊടുക്കാൻ സമ്മതിക്കരുതെന്നും ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ശക്തരാണെന്നുള്ള ആ ഉത്ബോധനം നടത്തിയ മീഡിയയുടെ ഒരു കളി. അപ്പോൾ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി വളരെ ലേറ്റായിട്ട് കൂട്ടുന്ന ഒരു ബാറിലിരുന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, അവിടെ WMD ഇല്ല, അവിടെ ഒരു ചുക്കുമില്ല. ഞാൻ 30 കൊല്ലം ഇറാഖ് ആർമിയിൽ ജോലി ചെയ്ത ആളാണ്. എനിക്കറിയാം അവിടെ ഒരു അറ്റോമിക് ഇത്രയും കേപ്പബിൾ ഒരു കെമിക്കൽ ആകണ്ടായത് പണ്ട് സദ്ദാം ഹുസൈൻ കുർസിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അമേരിക്ക കൊടുത്ത് കുറേ കെമിക്കൽ വെപ്പൺ എടുത്തിട്ട് മിസൈലിട്ടിട്ട് കുർദിസ്ഥാനിൽ കൊണ്ടടിച്ചതാണ്. അല്ലാതെ ഇവർക്ക് ഇത്രയും ലോങ് ഡിസ്റ്റൻസ് കേപ്പബിൾ ആയിട്ടുള്ള ഒരായുധമില്ല എന്ന് വളരെ വ്യക്തമായിട്ട്. പക്ഷേ ഇതറിയാത്തവരല്ല CIA, ഇതറിയാത്തവരല്ല FBI, ഇതറിയാത്തവരല്ല M15, ഇവരൊക്കെ ഇതറിയാം. പക്ഷേ ജനങ്ങളിതല്ല അറിയേണ്ടത്. അപ്പോൾ ജനങ്ങൾ അറിയണമെങ്കിൽ വലിയൊരു ഭീകരത അവിടെ ഉണ്ട്, സൃഷ്ടിക്കാൻ കഴിയണം. അപ്പോൾ ഈ മീഡിയ ചെയ്യുന്നത് അതാണ് ഉണ്ടാക്കിയത്. ഈ മീഡിയ ഇത് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെയുള്ള രാഷ്ട്രീയങ്ങൾ, ജാതി രാഷ്ട്രീയങ്ങൾ. ഞാൻ അധികം സമയമെടുക്കുന്നില്ല, പക്ഷേ അധ്യക്ഷന് പറയാനുള്ള ഈ 3 സബ്ജക്റ്റുകളും ഗോപി വളരെ ശക്തമായിട്ട് ഗോപിയുടെ പുസ്തകങ്ങളെല്ലാവരും ഇപ്പോൾ ഇവിടെ കണ്ടു. ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ ഗോപിയുടെ പുസ്തകങ്ങളും ഞാൻ ആദ്യമായിട്ട് സീരിയൽ ചെയ്തത് നവമലയാളിയല്ലേ. നവമലയാളി ചെയ്ത ആദ്യത്തെ സീരിയലായി ചെയ്ത പുസ്തകം പിന്നീട് പ്രിൻ്റഡ് ഇതിൽ വന്നു, നന്നായി നടക്കുന്നു. വളരെയധികം ഗോപിക്ക് ഇപ്പോൾ നിന്ന് തിരിയാൻ നേരമില്ല. കാസർഗോഡ് ഒരു അവാർഡ് കൊടുത്ത് അടുത്ത ദിവസം തൃശ്ശൂർ അവാർഡ് വാങ്ങണം, പിന്നെ കോട്ടയ്ക്കൽ ഒരു അവാർഡ് വാങ്ങണം, പിറ്റേന്നും നിലമ്പൂർ അവാർഡ് വാങ്ങണം. അങ്ങനെ ജനങ്ങളിപ്പോൾ ഗോപിയെ നിലത്തിരുത്താതെ അവാർഡ് മാത്രം കൊടുത്ത് ഗോപിയെ തന്നെ കിട്ടാതെ അയക്കണം. പക്ഷേ ഇത്രയും അധികം പെട്ടെന്ന് പ്രശസ്തമായ പുസ്തകം എനിക്ക് കണ്ട് വളരെ അത്ഭുതം തോന്നി. ഇതാണ് സത്യം പറഞ്ഞാൽ മീഡിയകളുടെ ചെയ്യേണ്ട വേറൊരു കാര്യം. ഇത്തരം വിവേചനത്തിന്, ഇത്രയും വർഗീയ ധ്രുവീകരണത്തിന്, പിന്നെ ഈ ജാതി രാഷ്ട്രീയം ഇല്ലാതെയാക്കാൻ നമ്മൾ ഈ ഗോപിയും സണ്ണി എല്ലാം തന്നെ ശ്രമിക്കുന്ന ഇത്തരം ഒരു വേദിയെ നവമലയാളി കൊണ്ടുവന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഇതാണ് നമ്മുടെ തലമുറയുടെക്ക് വളരെയധികം ശക്തമായിട്ടുണ്ട്. പിന്നെ എനിക്കൊരാഗ്രഹങ്ങൾ ഇപ്പോൾ ഈ മൂക്കുനായികയൊക്കെ പോലുള്ള മീഡിയകൾ വടക്കേ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരുപടി മലയാളികൾക്ക് ഇത്തരം താല്പര്യമുള്ളൊരു ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്, വിദേശത്തുണ്ട്. നമ്മളും ഒരു വളരെ സമാന്തരമായ ഇന്ന് മറ്റുള്ള TV വേണം, വീഡിയോസിനില്ല, ഒരുപടി സാധ്യതകൾ ഇന്ന് മീഡിയയിലുണ്ട്. ഇത്തരം ഈ ജാതി രാഷ്ട്രീയത്തിന് എഗെയിൻസ്റ്റൊക്കെ ഉള്ള ശക്തമായ ശബ്ദം മീഡിയയിൽ കൂടി വരണം. അതിനുള്ള സംരംഭം നവമലയാളി ഇവിടുന്ന് മുതൽ തുടങ്ങണം എന്നുള്ളൊരു അപേക്ഷയുണ്ട്. ഏതായാലും എൻ്റെ ദൗത്യം എന്നുള്ള അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അധിക പ്രസംഗമായി ക്ഷമിക്കണം. പിന്നെ